ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പർപ്പിളിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പർപ്പിളിൻ്റെ അക്കൗണ്ട് അടിച്ചു കളഞ്ഞു. ഈ 1 കോടി രൂപ മാസവരുമാനം കേട്ട് മലയാളികൾ മൊത്തം ഞെട്ടിയായിരുന്നു. ചിലർക്ക് പറയാ കണ്ണ് കയറിയിട്ട് കണ്ണ് കിട്ടി അങ്ങനെ അക്കൗണ്ട് അടിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ 1 കോടി രൂപ പർപ്പിളിന്റെ കൈ കിട്ടിയോ അതോ കിട്ടുന്നതിന് തൊട്ട് മുന്നേ പോയോ എന്നൊന്നും നമുക്കറിയില്ല. ഇൻസ്റ്റാഗ്രാം അടിച്ചു മാറ്റിയൊന്നും നമുക്കറിയത്തില്ല. എന്താണെങ്കിലും കേസ് ഇത് എന്തുകൊണ്ട് അടിച്ചു പോയി എന്നുള്ളത് അറിയത്തില്ല. അക്കൗണ്ട് അടിച്ചു പോയിട്ടുണ്ട്, അത് എന്തുകൊണ്ടെന്നറിയില്ല. പക്ഷേങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്ത വീഡിയോയിലൊക്കെ ഞാൻ ആർമിക്കാരുടെ ഒരു വാശിയോടെയുള്ള സംസാരം ഇട്ടിരുന്നു. അദ്ദേഹമാണോ ഇതിന്റെ പുറകിൽ എന്നറിയില്ല. കാരണം പർപ്പിളിന്റെ ഒരു പുതിയ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പർപ്പിൾ പറയുന്നുണ്ട് ചെയ്ത ഒരു തെറ്റാണ് എന്ന് തോന്നി ഞാൻ ചെയ്യുന്ന കണ്ട് മറ്റുള്ളവർക്ക് സ്വാധീനമായിട്ട് അവരത് ചെയ്തെങ്കിലോ എന്ന് എനിക്ക് തോന്നി. അപ്പോഴും അതേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ മാപ്പ് പറഞ്ഞത്. അതൊന്നുമല്ല, അദ്ദേഹം രാജ്യത്തിന്റെ പട്ടാളക്കാരന്റെ കാർഡ് ഉപയോഗിച്ച തമാശയല്ല. അതുപയോഗിച്ച് പലതും ചെയ്യാൻ പറ്റും. അതിന്റെ സീരിയസ് മുഴുവൻ നിയമം പോയിന്റും അനുസരിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു ആർമിക്കാരെ. അത് കണ്ട് പേടിച്ചിട്ടൊക്കെ തന്നെയായിരുന്നു അന്ന് ക്ഷമ പറഞ്ഞത്. അത് അംഗീകരിക്കാൻ അശ്വനിക്ക് അത്ര വേഗം സാധിക്കാത്തതുകൊണ്ട് എന്നെ ആരും സ്വാധീനിക്കാതിരിക്കുക, അതായത് ഞാൻ ചെയ്തുകൊണ്ട് മാതൃകയാക്കി മറ്റൊരാൾ ചെയ്യരുതല്ലോ എന്നോർത്ത് ഞാൻ ക്ഷമ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി പറയുന്നൊക്കെയുണ്ട്. ആർമിക്കാരനെ പേടിച്ചിട്ട് തന്നെ ക്ഷമ പറഞ്ഞാൽ മറ്റൊന്നുമല്ല. അത് കാരണം അയാളെ കളിയാക്കി കമന്റ് വിട്ടിരുന്നത് റിട്ടയർഡ് ഒക്കെ ആയില്ലേ പോയിരിക്കും വീട്ടിൽ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ കളിയാക്കുകയും ചെയ്തായിരുന്നേ. പട്ടാൾക്കാർക്കൊന്നും വലിയ വിലയൊന്നും പുള്ളിക്കാരത്തി കൊടുക്കുന്നില്ല. കാരണം അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ പോലീസും പട്ടാളവും ഒക്കെ അശ്വിനി വിളിക്കുന്നിടത്ത് കാഴ്ചവിട്ട് നിൽക്കുന്ന ഒരു രീതിയാണ് പോലീസ്. അപ്പോൾ പട്ടാളം അങ്ങനെയാണെന്ന് കരുതിയിട്ടുണ്ടായിരിക്കും. കാരണം ഒരു ചെറുക്കനെതിരെ കേസ് കൊടുത്തിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ ആ ചെറുക്കനെ അറസ്റ്റ് ചെയ്ത് അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ അശ്വതിയെ അനുവദിച്ച് അശ്വിനി അത് കൊണ്ടുപോയി സ്വന്തം അക്കൗണ്ടിൽ മറ്റുള്ളവർ കണ്ട് പേടിക്കാൻ വേണ്ടി സ്റ്റോറി ആക്കി ഇടുകയൊക്കെ ചെയ്തു. ഇതൊക്കെ നമ്മുടെ കേരളത്തിലാന്ന് ഓർക്കണം. സാധാരണക്കാരായ ഒരാൾക്കാർ ഒരു കാര്യത്തിന് വേണ്ടി കേരള പോലീസിനെ സമീപിച്ചാൽ നമുക്ക് പച്ചയ്ക്ക് പറയാൻ പറ്റും, എവിടെ വേണേലും വന്നെന്ന് പറയാൻ പറ്റും. ഒരു നീതിയും കിട്ടത്തില്ല. സൈബർ സെല്ലിൽ കൊണ്ടൊരു കേസ് കൊടുത്താൽ തിരിഞ്ഞു നോക്കത്തില്ല. ആര് കൊടുത്ത് എവിടെ കൊടുത്ത് അവിടെ കെട്ട് കണക്കിന് കിടപ്പണം. പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ നോക്കാനല്ല നേരം എന്നുള്ള ഒരു ഭാവത്തിലേക്കും. അതേസമയത്ത് പണത്തിന്റെ മീതെ പരുന്തും പറക്കും എന്ന് പറഞ്ഞാൽ കോടികളുടെ ആസ്തിയും സ്വാധീനവും ഒക്കെ വന്നപ്പോഴത്തേന് രാവിലെ കൊടുത്ത് ഉച്ചയ്ക്ക് പിടിച്ച് ഇടിയും കൊടുത്ത് ചമ്മന്തിയാക്കി അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന എടുത്ത് വീഡിയോ പിടിക്കാനും അതെടുത്ത് സ്റ്റോറി ആക്കി ഇടാനും എല്ലാത്തിനും അനുവാദമുണ്ട്. അതാണ് പണത്തിന്റെ മീതെ പരുന്തും പറക്കും എന്ന് പറയുന്നത്. ഇവിടെ ഹെലനോസ് പാത്തയുടെ മോർഫ് ചെയ്ത് ചിത്രം മാറ്റി വെട്ടിയൊട്ടിക്കുമല്ലോ, തുണിയില്ലാത്ത ചിത്രത്തിന്റെ മുകളിൽ തല വെട്ടിയൊട്ടിച്ചു. അവനെ കൈയോടെ ഹെലൻ പിടിച്ചുകൊണ്ട് പോലീസിന്റെ കൊടുത്തിട്ട് പോലീസ് മൈൻഡ് ചെയ്തില്ല. അത് എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, പലർക്കും പല നീതിയാണ് നമ്മുടെ നാട്ടിൽ. അത് നമുക്ക് പിന്നെ അറിയാം. ഏതായാലും പുതിയൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കേട്ടു തുടങ്ങാം. ഇന്റർവ്യൂ ചെയ്യുന്ന കുട്ടി നേരത്തെ പർപ്പിളിന്റെ ക്ലാസ്മേറ്റ് ആണ്. ഈ പർപ്പിളിന്റെ നാട് എവിടെയാ, വീട് എവിടെയാ, ഏത് ജില്ലയാണ്, ആന്ന് ആദ്യം ആൾക്കാർ ഓർത്തിരുന്നത്. പിന്നീടാണ് കേസ് കൊടുത്ത ഒരാളെ കൊണ്ട് സംസാരിച്ചപ്പോഴാണ് ഇത് ഒന്നുമല്ല, പിന്നെ ഹിന്ദിക്കാരിയാണെന്ന് ഓർത്തു. ഹിന്ദിയല്ല, മലയാളി പെൺകുട്ടി തന്നെയാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. പിന്നെ അമ്പലത്തിലൊക്കെ നിൽക്കുന്നതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ. ഏതായാലും കൂടെ പഠിച്ച പെൺകുട്ടി തന്നെയാണ് ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്നത്. കേട്ടു തുടങ്ങാം. വാളിയാ, നമ്മള് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദേ ഇവിടെ. സത്യത്തില് ഞങ്ങൾ തമ്മിലൊരു സീക്രട്ട് ഉണ്ട്. ഞങ്ങള് +1 +2 ഒന്നിച്ച് പഠിച്ച സുഹൃത്തുക്കളാണ് ഗൈസ്. അപ്പോൾ ശരിക്കും എനിക്ക് നിന്നെ യൂണിഫോം ഇട്ട് നല്ല ആ ഒരു ഓർമ്മയുണ്ട്. ആ ടൈമിൽ നീ നല്ല കോൺട്രവേഴ്സി. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലെന്നേ ഉള്ളൂ. ആ ഒരു 2013 ഓ വയസ്സൊന്നും അറിയരുത്. ഇത് കട്ട് ചെയ്യരുത് കേട്ടോ, ഇത് കട്ട് ചെയ്യരുത്. വയസ്സറിയാതിരിക്കാനുള്ള വയസ്സറിയാൻ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. ഏതായാലും ശരി, ഒരു കാലത്ത് ഞങ്ങൾ +1 +2 പഠിച്ചു. നമ്മൾ ഒന്നിച്ച് പഠിച്ച ആ ഒരു സമയത്ത് ഒരു യൂണിഫോം ഒക്കെ ഇട്ട് വരുന്ന അശ്വനിനെയാണ് എനിക്ക് ഓർമ്മയുള്ളത്. അതിനുശേഷം നമ്മൾ കോണ്ടാക്ട് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ഈ ഒരു വേദിയിലാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാര്യം എന്നെ ആദ്യമായിട്ട് അത് ശരിയാണ്. അശ്വിനി പറഞ്ഞ അശ്വിനിയുടെ പ്രായം, നാട്, വീട് ഒക്കെ അന്വേഷിച്ചിരിപ്പുണ്ട്. കല്യാണം കഴിച്ചതാണോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിച്ചിരിപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ പ്രണയം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിലൂടെ ഇനി കല്യാണം കഴിച്ചല്ലേ എന്നറിയില്ല. ഇതൊന്നും ഞാൻ അന്വേഷിച്ചിറക്കുന്നല്ല. അശ്വിനിയുടെ ആരാധകരാണ് കല്യാണം കഴിച്ചതാണോ അല്ലേ എന്നറിയാനുള്ള ആകാംക്ഷ. അപ്പൊ പ്രണയമുണ്ട്, മാധവിക്കുട്ടിയുടെ ആരാധികയാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം. ലവ് ഒക്കെ പറയട്ടെ. പ്രണയം ഉണ്ടോ? പ്രണയം ആർക്കില്ലാതെ. എനിക്ക് പ്രണയം അന്നും ഇന്നും ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് പ്രണയം കാണും. മാധവിക്കുട്ടി ഞാൻ മാധവിക്കുട്ടിയുടെ ഒരു ഫാനാണ്. പേര് മാധവിക്കുട്ടിയുടെ ആരാധകയാകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അത്രയും നല്ലൊരു എഴുത്തുകാരി ഒന്നുമില്ല, പച്ചക്ക് എഴുതുന്ന എഴുത്തുകാരി. എനിക്കും ഭയങ്കര ഇഷ്ടം. പക്ഷെ അവരെ അനുകരിക്കാനൊന്നും പോരുത്. ലാസ്റ്റ് അവരുടെ ജീവിതം കമലാ സുരയ്യായിട്ട്
ലാസ്റ്റ് അവരുടെ ജീവിതം കോഞ്ഞാട്ടയായിട്ട് പോവുക ചെയ്തത്. അതുകൊണ്ട് ഒരിക്കലും അത് അനുകരിക്കുന്നതിലുള്ള ഒരു കാര്യമില്ല. ഇനിയിപ്പം അടുത്തത് പറയുന്ന കേൾക്കാം. ഈ വസ്ത്രം എക്സ്പോസ് ഒക്കെ ചെയ്ത് കാണിക്കുമല്ലോ, അതിനെ പുള്ളിക്കാരത്തിയുടെ കണ്ണിലൂടെ പുള്ളിക്കാരത്തി ന്യായീകരിക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് ആ ഒരു വശം കൂടെ കേൾക്കണമല്ലോ. അതിപ്പോൾ ലേഡീസിനെ ആണെങ്കിലും ജെൻസിനെ ആണെങ്കിലും അവരുടെ ബോഡി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അവർ അത് സെല്ല് ചെയ്യുന്നത്. അതങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇന്നർ വെയേഴ്സ് അത് സെല്ല് ചെയ്യുന്ന എങ്ങനെ മാർക്കറ്റിൽ? അല്ലാതെ ഒരു ചുരിദാർ എടുത്തിട്ടിട്ട് വന്നിട്ട് ഇന്നർ വെയേഴ്സ് നമുക്ക് മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതങ്ങനെയാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ അതിനെ സെക്ഷലൈസ് ചെയ്ത് കാണുന്നത് നിങ്ങളുടെ മനസ്സാണ് പ്രശ്നം. ഈ ഭംഗി എന്ന് പറയുന്നത്, ഇപ്പം ശാരീരിക സൗന്ദര്യം എന്ന് പറയുന്നത് അത് മെലിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഒരു ജിമ്മായിട്ടൊരു ഫിസിക്ക് വേണം അങ്ങനെയൊന്നുമില്ല. ഒരാളുടെ കോൺഫിഡൻസ് ആണ്. അവരുടെ ശരീരം അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് വേണ്ടുന്നത്. ചിലപ്പോൾ ചിലർ നല്ല വണ്ണമുള്ളവർ കാണും, പക്ഷെ അവർ എക്സ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് അവരുടെ കോൺഫിഡൻസ് ആണ്. അല്ലാതെ അവർക്ക് മറ്റേ എന്തോ സെക്ഷുവലി അവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാണിക്കുന്നതല്ല. അവരത് കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടാണ് അവരുടെ ശരീരം അവർ ഇപ്പം വണ്ണം ഉണ്ടെങ്കിൽ പോലും അവർ ബിക്കിനിയിട്ട് അവർക്ക് നടക്കാൻ അവർ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ നടക്കട്ടെ. അതവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിനെ നമ്മൾ മാനിക്കണം. ഓരോ വ്യക്തികൾക്കും അവർക്ക് പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ അശ്വിനി പറയുന്നത് നോക്കുന്നവരുടെ കണ്ണിന്റെ കുഴപ്പമാണ്. ഇത് നമ്മൾ ഈ വാചകം നമ്മൾ കുറെ നാളായിട്ട് കേൾക്കുന്നതാണ്. വസ്ത്ര സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, ഏത് വസ്ത്രം ഇടണമെന്നുള്ളത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. അത് നമ്മൾ പറയാൻ പാടില്ല. അയാൾക്ക് ചേരുമെന്ന് തോന്നുന്ന വസ്ത്രം ഇട്ട് അയാൾക്ക് എന്തും ചെയ്യാം. അപ്പം അശ്വിനി ആനപ്പുറത്ത് കയറുമ്പോൾ ഇടുന്നത് സിൽക്ക് സ്മിത ഇട്ട പോലത്തെ മുണ്ടും ബ്ലൗസും ഒക്കെയാണ് ഇടുന്നത്. പിന്നെ അരി അരയ്ക്കുമ്പോഴും ആട്ടുകല്ല് എടുക്കുമ്പോഴും അങ്ങനെ ഓരോ ഇതിലും എല്ലാം അശ്വിനിക്ക് ഇഷ്ടമുള്ള വേഷമാണ് ഇടുന്നത്. അതിൻ്റെ അകത്ത് വന്ന് നമ്മൾ വേറെ കണ്ണോടെ നോക്കുന്നുണ്ടെങ്കിൽ, അശ്വിനിയുടെ വയറ് കണ്ടിട്ടോ അശ്വിനിയുടെ മാറ് കണ്ടിട്ടോ ഒക്കെ നമ്മൾ വേറെ കണ്ണോടെ നോക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കണ്ണിന്റെ മാത്രം കുഴപ്പമാണ്, അശ്വിനിയുടെ കുഴപ്പമേ അല്ല. പക്ഷെ എങ്ങനെയാണോ ഇതൊക്കെ കാണാൻ വേണ്ടി ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവരുടെയൊക്കെ ആ കണ്ണിന്റെ കുഴപ്പമല്ലേ ഈ പുള്ളിക്കാരത്തി ചൂഷണം ചെയ്യുന്നുള്ളൊരു ചോദ്യം കിടപ്പുണ്ട്. ഏതായാലും ആർമിക്കാരനുമായിട്ട് കയറി ഉടക്കിയോണ്ടാണ് അക്കൗണ്ട് പോയെന്നാണ് ഇപ്പൊ പുറമെ പറയുന്നത്. പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ട് റിപ്പോർട്ട് അടിച്ചത്. എനിക്ക് ആ റിപ്പോർട്ട് അടിയിൽ അത്ര വിശ്വാസമൊന്നുമില്ല. മലയാളികൾ ഈ പറയുന്ന പോലെ സ്ത്രീകൾ ആ അവസ്ഥയ്ക്കൊന്നും തിരിഞ്ഞു നോക്കാൻ പോകില്ല, പുരുഷന്മാരാണ് തിരിഞ്ഞു നോക്കിയിരിക്കുന്നത്. അവന്മാർക്ക് ഇത് കാണാൻ വേണ്ടി തന്നെ അവന്മാർ അവിടെ വാവിട്ട് നിലവിളിച്ച് ചങ്കിനിട്ട് ഇടിച്ച് കരഞ്ഞോണ്ടിരിക്കുക. അവന്മാർ റിപ്പോർട്ട് അടിക്കുമോ? ആര് റിപ്പോർട്ട് അടിക്കുമെന്ന് ഈ പറയുന്ന സ്ത്രീകളോ? ഇതൊന്നും നടന്നിട്ടില്ല. ആരും റിപ്പോർട്ട് അടിച്ചിട്ടില്ല. അങ്ങനെയൊന്നും പോയതല്ല. ഈ ആർമിക്കാരനുമായിട്ട് കയറി ഓർത്തോണ്ട് പോയതാണോ എന്നൊരു ഡൗട്ട് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതേപ്പറ്റി പറയുന്നേക്കാം. നമുക്ക് ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ തന്നെ ID കാർഡ് കാണിച്ച് ആ ടോളിൽ നിന്ന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മൾ സിനിമയിൽ പല കാര്യങ്ങളും കാണുന്നുണ്ട്. നായകൻ വില്ലനെ വെട്ടിക്കൊല്ലുന്നു, അതുപോലെ ആൽക്കഹോൾ കൺസ്യൂമിങ്. അപ്പോൾ ഒക്കെ അവരെന്താ ചെയ്യുന്നത്? അവരൊരു ഡിസ്ക്ലൈമർ വെക്കും. ആരും അതിനെതിരെ കേസ് കൊടുക്കാൻ, ഇപ്പം ഇല്ലീഗലാണല്ലോ ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത്, പക്ഷെ ആരും അതിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളും ഇപ്പോൾ ഒരു റീല് ചെയ്യുമ്പോൾ അതൊരു ആക്ട് മാത്രമാണ്. ആ ജസ്റ്റ് അതിന് താഴെ ഞാൻ ഇറ്റ്സ് ജസ്റ്റ് എ ഫൺ റീൽ എന്ന് ഡിസ്ക്ലെയിമർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആണ് ആൾക്കാർ അതെടുത്തിട്ട് ഒരു സെൻസേഷനാക്കി മാറ്റിയത്. അത് വളച്ചൊടിക്കലാണ്. പക്ഷെ അത് ആർമീനെ ഒരു മാതിരി നാണം കെടുത്തു കണക്കായി പോയി എന്നുള്ളൊരു തോന്നൽ വന്നില്ലേ? അതായത് ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു അപ്പോളജൈസ് ചെയ്യുന്നതിനൊന്നും എനിക്കൊരു മടിയുള്ള ഒരാളല്ല. ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത് മിസ്റ്റേക്കായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മിസ്യൂസ് അല്ല, ഇത് ഒരു ഫണ്ണെന്നും നമുക്കതിനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ജസ്റ്റ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തു, ഓക്കെ. പക്ഷേ ആരെയും ഒരു അവയർനെസ് പോലെ ഒരു എന്തെങ്കിലും അത് ഞാൻ കൊടുത്താൽ മതിയായിരുന്നു. അതായത് ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ. പണ്ട് ഞാനിപ്പോൾ ഒരു റീല് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുന്നത് ചിലപ്പോൾ 1000-2000 ആൾക്കാരായിരിക്കും. പക്ഷേ ഇപ്പം മില്യൺസ് ഓഫ് ആൾക്കാർ അത് കാണുമ്പോൾ നമ്മൾ ഓരോ ചെയ്യുന്ന കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധയായിട്ട്, ഇപ്പം ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തി നാളെ അത് വേറൊരാൾക്ക് ഇൻഫ്ലുവൻസിങ് ആവാം അല്ലേ? അപ്പോൾ നാളെ അതുപോലെ വേറൊരാൾ പോയി ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തു. ഒരു കാര്യം തെറ്റാണെന്ന് തോന്നിയാൽ അത് അപ്പോളജൈസ് ചെയ്യാനും അത് മിസ്റ്റേക്കാണെന്ന് അക്സെപ്റ്റ് ചെയ്യാനും മനസ്സുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്ത് ഞാൻ ഒരു സ്റ്റോറി ഇട്ടത്. ഇത് ചെയ്തത് തെറ്റാണ്, അത് ശരിയല്ല. കാര്യം ഒരുപാട് ആൾക്കാർ കാണുന്നത്. അപ്പോൾ അത് എന്നെ പിന്തുടർന്ന് ആരും പോകണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അപ്പം പോലീസ് കേസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസ് വരുമ്പോൾ അത് ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റിയോട് ഞാൻ പറഞ്ഞാൽ മതി.
അല്ലാതെ അതൊരു ഇൻ്റർവ്യൂവിൽ വന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്നൊരു ദിവസം ഡിഫമേഷൻ എന്നൊക്കെ പറഞ്ഞ് വോയിസ് റൈസ് ചെയ്തിട്ട് ഇത്രയൊക്കെ ശബ്ദം അശ്വിനിക്ക് ഉണ്ടോ? ഈ ഒരു വീഡിയോസിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അശ്വിനിയെ. അപ്പം ശബ്ദമൊക്കെ കേട്ട് ഇത് ഒറിജിനലാണ്, ഒന്നും അല്ല എന്ന് മനസ്സിലായതും പിന്നെ ആൾ അത്ര ചില്ലറക്കാരിയല്ല, കാണുന്ന എല്ലാവരെയും വെച്ച് തമ്പും വീഡിയോയും ചെയ്യുന്നതൊക്കെ എന്നെ വെച്ച് ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു ധ്വനിയും കൂടെ ആ ഒരു സംഭവത്തിലുണ്ടായിരുന്നു. അതെന്തായിരുന്നു ആ സംഭവം? ആള് കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാലും അതേപ്പറ്റിയൊന്നും വിവരമുള്ള ആ കാര്യം, ആ ആർമിക്കാരുമായിട്ടുള്ള ഉടക്ക് അതിപ്പോ ഇന്റർവ്യൂവിൽ വന്ന് പറയേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നുന്നില്ലെന്ന് മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാൻ ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ആയെങ്കിലോ എന്നോർത്ത് മാത്രം ഞാൻ അത് ക്ഷമ പറഞ്ഞാണ്. അതൊന്നുമല്ല, ആർമിക്കാരൻ നിയമത്തിന്റെ വഴിയാണ് പോകുന്നത് കണ്ടിട്ട് മാത്രം ക്ഷമ പറഞ്ഞതാണ്. പിന്നെ ഇതൊക്കെ ഉണ്ടായത് അശ്വിനി പറയുന്നത് ശരിയാണ്. വലിയ ആരും മൈൻഡ് ചെയ്യാത്ത ഒരു അക്കൗണ്ടാണ് അവിടെ കിടന്നതെങ്കിൽ അവിടെ കിടക്കുകയുള്ളൂ. ഇതൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. അതേസമയത്ത് ഈ പെൺകുട്ടി പടയെന്നും പറഞ്ഞ് ഇങ്ങനെ റീച്ച് ആകുകയും ഇന്ത്യയിൽ ആദ്യത്തെ ഇത്രയും ഫോളോവേഴ്സ് ഇത്രയും പൈസ മേടിക്കുന്ന ഒരു വ്യക്തിയായി മാറുകയും എല്ലാവരും അങ്ങോട്ടൊരു നോട്ടമായി എല്ലാവരും ഇവിടെ പെറ്റ് കിടക്കുമായിരുന്നാണ് പറയുന്നത്. ഈ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് അതാ കണ്ണേറ്റെന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് നോക്കിയിരിക്കുമ്പോഴാണ് ഈ ആർമിക്കാരനോട് ധിക്കാരപരമായ മറുപടി. പിന്നെ ആദ്യകാലം തൊട്ട് നമ്മൾ വാച്ച് ചെയ്യാതെ ഒരു ചെറുക്കിനെ കേസ് കൊടുത്ത് പിന്നെ പിടിപ്പിച്ചിട്ട് തിരിച്ചു വന്നൊരു വീഡിയോ ഇട്ടത് അന്നാണ് ഇത് മലയാളിയാന്ന് പോലും ജനം അറിയുന്നത്. ആ ഒരു വീഡിയോ ഞാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്കകത്തൊക്കെ ഒരു അഹങ്കാരത്തിന്റെ ധ്വനിയായിരുന്നു ഉണ്ടായിരുന്നത്. നീയൊക്കെ ഇനി ചെയ്ത സെക്കൻഡുകൾക്കുള്ളിൽ ഇതിന്റെ അപ്പുറത്തെ പണിയാണ് നിനക്കൊക്കെ കിട്ടുന്നത്, അതുകൊണ്ട് മര്യാദയ്ക്ക് നോക്കിയും കണ്ട റിയാക്ഷൻ ഇട്ടു, എല്ലാരെയും പറയുന്ന പോലെ എന്നെ പറയാൻ വന്ന വിവരം അറിയും എന്നുള്ള രീതിക്കാണ് അന്ന് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഒരു അഹങ്കാരമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആർമിക്കാരന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പണി കൊണ്ട് ആക്കൊണ്ട് പോയെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.